വർഷങ്ങൾക്ക് ശേഷം എലൈറ്റ് മാളിൻ്റെ അണ്ടർഗ്രൗണ്ടിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് ധൃതിയിൽ നടന്നു വരികയാണ് പൂർവി. കയ്യിൽ നിറയെ കവറുകളുണ്ട്. അവൾ തൻ്റെ കാറിൻ്റെ ബാക്ക് ഡോർ തുറന്ന് കയ്യിലുള്ള കവറുകളൊക്കെ ബാക്ക് സീറ്റിലേക്കിട്ട് ഡോറും അടച്ച് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറയ്ക്കാൻ നേരമാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ഡിസ്പ്ലേയിലെ പേര് കാണി അവളുടെ ചുടിയിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അവൾ ഫോണെടുത്ത് കാതോട് ചേർത്ത് പറഞ്ഞു, ശ്രീയേട്ടാ. ഡി, നീ ഇതെവിടെയാ? മണിക്കൂർ 3 നീ ഇവിടെ നിന്ന് പോയിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഞാനും കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന്. അവൻ്റെ വാക്കുകളിൽ ആദി നിറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിയതുപോലെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദാ വരുന്ന ശ്രീയേട്ടാ, പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. വേഗം വായോ പെണ്ണെ, അല്ലെങ്കിൽ ഇവിടെ ഒരാൾ വീടെടുത്ത് തിരിച്ചു വെക്കും. ഓ അതാണോ? അല്ലാതെ എന്നെ കാണാഞ്ഞിട്ടല്ല. വേഗം വാടി പെണ്ണെ. അവനൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു. പൂർവി ഒന്ന് ചിരിച്ചുകൊണ്ട് ഡോർ തുറന്ന് കാറിൽ കയറാൻ നേരമാണ് തൻ്റെ സാരിയുടെ മുന്താണിയിൽ ആരോ പിടിച്ചു വലിക്കും പോലെ തോന്നിയത്. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഒരു കുഞ്ഞിക്കൈയാണ്. അത് കാണെ ആ കുഞ്ഞിക്കൈകളുടെ ഉടമയെ നോക്കലും അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. കുഞ്ഞി ട്രൗസറും ടീഷർട്ടും ധരിച്ച 3 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടി. അവ്യക്തമായി അവൻ വിളിക്കുന്നുണ്ട്, പാതുമ്മേ. കൊഞ്ചിയുള്ള അവൻ്റെ വിളി കേട്ട് അവൾ ചുറ്റിനും നോക്കി. അവിടെയെങ്ങും ആരെയും കാണാതെ വന്നപ്പോൾ അവൾ ആ കുഞ്ഞിനെ വാരിയെടുത്തുകൊണ്ട് കുഞ്ഞിനോടായി ചോദിച്ചു, ആദൂട്ടൻ്റെ കൂടെ ആരുമില്ലേ? വാവ ആരുടെ കൂടെയാ വന്നത്? അത്തൻ്റെ കൂടെ. അവൻ അവളെ നോക്കി നാണത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും ആദൂട്ടാ ആദൂട്ടാ എന്നും വിളിച്ചുകൊണ്ട് ഒരു പരിചിതമായ ശബ്ദം കേട്ടിടത്തേക്ക് പൂർവി തിരിഞ്ഞു നോക്കി. അന്നേരം തൻ്റെ അടുത്തേക്ക് ധൃതിയിൽ നടന്നു വരുന്നവനെ കാണെ പൂർവി ചെറുതായി ഞെട്ടി. അവളെ കണ്ട ഉണ്ണിയുടെ കണ്ണുകളിലും ഞെട്ടൽ വ്യക്തമായി. അവൻ്റെ നടത്തത്തിൻ്റെ വേഗത കുറഞ്ഞു. തമ്മിൽ പിരിഞ്ഞതിന് ശേഷം ഇരുവരും ദൂരെ നിന്ന് കാണുമെന്നല്ലാതെ തൊട്ടടുത്ത് കാണുന്നത് ഇതാദ്യമായാണ്. ഉണ്ണി വേഗം വന്ന് പൂർവിയുടെ കയ്യിൽ നിന്നും ആദൂട്ടനെ വാങ്ങാൻ ഒരുങ്ങി. അത് കാണെ ആദൂട്ടൻ പോകാൻ കൂട്ടാക്കാതെ അവളിലേക്ക് പറ്റിച്ചേർന്നു. പൂർവി ചിരിക്കണോ വേണ്ടയോ എന്ന രീതിയിൽ ഉണ്ണിയെ നോക്കി. അവൾ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഉണ്ണിയെ കാണുന്നത്. അവനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പണ്ടത്തെ നിഷ്കളങ്ക മുഖത്തിൽ നിന്നും താടിയും മീശയുമുള്ള ഗൗരവം അണിഞ്ഞ മുഖഭാവം, കണ്ണുകളിൽ എന്തോ തീക്ഷ്ണത. അവൻ്റെ ചിരിക്കാത്ത മുഖം കണ്ട് പൂർവി വേഗം കുഞ്ഞിനോടായി പറഞ്ഞു, ദേ ആദൂട്ട, അച്ഛൻ വിളിക്കുന്നു. പൂർവിക്ക് ആദൂട്ടനെ, അഥർവെന്നാണ് പേര്. കണ്ണൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നതിനാൽ നേരത്തെ അറിയാമായിരുന്നു. ഉണ്ണി കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി വാത്സല്യത്തോടെ അതിൽ ശാസനയുടെ ധ്വനി നിറച്ച് ചോദിച്ചു, ആദൂട്ട, അച്ഛൻ പറഞ്ഞിട്ടില്ലേ അച്ഛയുടെ അടുത്ത് നിന്ന് പോകല്ലേ എന്ന്? അത് കേട്ടതും അവൻ തലകുനിച്ച് പറഞ്ഞു, പാതുമ്മയെ കാണാൻ വന്നതാ. അത് കേട്ടതേ പൂർവിക്ക് മനസ്സിലായിരുന്നു അവൻ തന്നെ പാറുവാണെന്ന് കരുതി വന്നതാണെന്ന്. അവൾ ഒരു നിമിഷം വാത്സല്യത്തോടെ ആ കുഞ്ഞിനെ തന്നെ നോക്കി നിന്നു. പിന്നെ എന്തോ ഓർത്തതുപോലെ വേഗം കാറിൽ കയറി ഇരിക്കാനൊരുങ്ങി. പൂർവി. അത് കേൾക്കെ പൂർവി ഡോർ തുറക്കാതെ തന്നെ അവനെ നോക്കി. സുഖമാണോ നിനക്ക്? ആ നേരം അവൻ്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. തൻ്റെ കൂടെ ജീവിച്ച പൂർവിയിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. അവളുടെ മുഖമൊക്കെ മുന്നത്തേക്കാൾ തുടുത്ത് ഒന്നുകൂടി സുന്ദരിയായിരിക്കുന്നു. മിഴികളിൽ പോലും വല്ലാത്തൊരു തിളക്കം. പൂർവിയുടെ ശബ്ദമാണ് അവളിലുള്ള അവൻ്റെ നോട്ടത്തെ തെറ്റിച്ചത്. സുഖം ഉണ്ണിയേട്ടാ. അത് കേൾക്കെ ഉണ്ണി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, സുഖം. വേറെയൊന്നും പറയാൻ കിട്ടാത്തത് കാരണം പൂർവി എന്തോ ഓർത്തതുപോലെ ഒരു ചിരിയോടെ തൻ്റെ ബാഗിൽ നിന്നും കുറച്ച് ചോക്ലേറ്റ് എടുത്ത് ആദൂട്ടൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ഉണ്ണിയുടെ വഴക്കിൽ മുഖം വീർപ്പിച്ച് നിന്നവൻ അവളുടെ കയ്യിലെ ചോക്ലേറ്റ് കണ്ടതും ചിരിയോടെ ചാടി വീണ് അത് കൈക്കലാക്കി. പൂർവി തനിച്ചേ ഉള്ളൂ? ചുറ്റും നോക്കി ഉണ്ണി ചോദിച്ചു. അത് കേട്ടവൾ തലകുലുക്കി. അവൻ അത്ഭുതത്തോടെ അവളെയും കാറിലേക്ക് മാറി മാറി നോക്കി. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ പറഞ്ഞു, അത് ശ്രീയേട്ടൻ്റെ നിർബന്ധമായിരുന്നു. സ്ത്രീകളായാൽ എല്ലാം അറിഞ്ഞിരിക്കണമെന്ന്. ശ്രീയേട്ടൻ തന്നെയാ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതും. അത് കേട്ട് അവൻ്റെ മനസ്സിൽ പഴയ ചില ഓർമ്മകൾ ഓടി വന്നെങ്കിലും അവൾ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു ഒട്ടൊരു കൗതുകത്തോടെ. കാരണം തന്നോടുള്ള ദേഷ്യമോ വെറുപ്പോ അവളുടെ മുഖത്തോ സംസാരത്തിലോ കാണാൻ കഴിഞ്ഞില്ലെന്നത് അവനെ അത്ഭുതപ്പെടുത്തി. രേഷ്മ വന്നില്ലേ? അവൻ്റെ തന്നിലേക്കുള്ള നോട്ടം കാണെ പൂർവി ചെറുതായി പതറിയെങ്കിലും അവൻ്റെ നോട്ടത്തെ തെറ്റിക്കാൻ എന്നോണം ചോദിച്ചു. ഇല്ല, അവൾക്ക് കമ്പനിയിൽ കുറച്ച് വർക്കുണ്ട്.
അതിന് പോയേക്കുവാ. ഷോപ്പിൽ ആളെ നിർത്തി. ഇവനെയും കൊണ്ട് ഇവിടെയൊക്കെ ചുറ്റിക്കാണിച്ചു കൊടുക്കാൻ വന്നതാ. അതിന് പൂർവി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാ ഞാൻ വരട്ടെ, അവിടെ ഒരാൾ കാത്തിരിപ്പുണ്ട്. അതും പറഞ്ഞ് അവൾ കാറിൻ്റെ ഡോർ തുറക്കാനൊരുങ്ങി. എന്നോട് ദേഷ്യമൊന്നും തോന്നുന്നില്ലേ പൂർവി? അത് കേൾക്കെ അവൾ അവന് നേർക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തിനുണ്ണിയേട്ടാ? അത് നിന്നെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചില്ലേ? അവൻ പറഞ്ഞു മുഴുമിപ്പിക്കുന്നതിന് മുന്നേ അവൾ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അതൊക്കെ ദൈവത്തിൻ്റെ ഒരു വികൃതിയായേ ഞാൻ കാണുന്നുള്ളൂ. ഉണ്ണിയേട്ടൻ്റെ ഒപ്പമുള്ള ജീവിതം അത്രയേ ഉള്ളൂ എന്ന് ദൈവം ആദ്യമേ തീരുമാനിച്ചിരിക്കണം. അല്ലെങ്കിലും ദൈവം വിധിച്ചതേ നടക്കൂ. ദൈവത്തിൽ നിന്നുള്ളത് നമ്മൾ ആരോടും വെറുപ്പോ ദേഷ്യമോ വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ എനിക്ക് കിട്ടിയ ജീവിതത്തിൽ ഞാൻ പൂർണ്ണ തൃപ്തയാണ്. അതുപോലെയാണ് ഉണ്ണിയേട്ടനുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പുഞ്ചിരിയോടെയായിരുന്നു അവളത് പറഞ്ഞത്. എന്നാൽ വരട്ടെ ഉണ്ണിയേട്ടാ. പിന്നെ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു, ആ പിന്നെ നാളെ ഉണ്ണിയേട്ടനും യശോദാമ്മയും വരില്ലേ? അമ്മൂൻ്റെയും അപ്പൂൻ്റെയും ബർത്ത്ഡേക്ക്. എന്നെ ചൊല്ലി വരാതിരിക്കരുത് കേട്ടോ ഉണ്ണിയേട്ടാ. അവരുടെ നൂലുകെട്ടിന് നമ്മുടെ ഈ പ്രശ്നം കാരണം ആരും വന്നില്ലല്ലോ. അതിൽ കണ്ണേട്ടൻ്റെ വിഷമം ഞാൻ കണ്ടതാ. കഴിഞ്ഞത് കഴിഞ്ഞു, എല്ലാം വിധിയെന്ന് കരുതുക. ഇനി അങ്ങോട്ട് നമുക്ക് നല്ല ഫ്രണ്ട്സായി മുന്നോട്ട് പോകാം. കാരണം ഇനിയും ഇതുപോലെ ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ നേരിട്ട് കാണേണ്ടി വരും. ആ നേരം നമ്മുടെ പഴയ ബന്ധത്തിൻ്റെ പേരിൽ വീട്ടുകാർ തമ്മിൽ അകന്നു നിൽക്കുന്ന അവസ്ഥ നമ്മൾ കാണേണ്ടി വരും. അത് വേണ്ട. നമ്മൾ പഴയതൊക്കെ മറന്ന് നല്ല ഫ്രണ്ട്സായാൽ പരസ്പരം അകന്നു നിൽക്കുന്ന നമ്മുടെ വീട്ടുകാരും പരസ്പരം ദേഷ്യമൊക്കെ മറന്ന് ഒന്നിക്കും. അവളുടെ പക്വതയാർന്ന സംസാരത്തിൽ ഉണ്ണിയുടെ നെഞ്ചിൽ ഈ കാലം അത്രയും ഉണ്ടായിരുന്ന ഭാരമൊക്കെ അലിഞ്ഞു പോയിരുന്നു. അവൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിടർന്നു. തീർച്ചയായും ഞാൻ നാളെ വരും. അത് കേൾക്കെ പൂർവി പറഞ്ഞു, മോനെയും അമ്മയെയും രേഷ്മയും കൂടെ കൊണ്ടുവരണേ. എന്നാ ഞാൻ വരട്ടെ ഉണ്ണിയേട്ടാ. അവനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അതും പറഞ്ഞ് കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു മാളിന് പുറത്തേക്ക് ഓടിച്ചു പോയി. അവൾ പോകുന്നത് നോക്കി നിന്നവൻ അത്താ അത്താ എന്ന വിളി കേട്ടാണ് ആ നോട്ടം തെറ്റിച്ചത്. എന്നിട്ട് തന്നെ ഉണ്ടക്കവിൽ വിറപ്പിച്ച് നോക്കി നിൽക്കുന്ന ആ കുറുമ്പൻ്റെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, പോകാടാ ചക്കരെ. അന്നേരം അവൻ വിരൽ മടക്കി കാണിച്ചു. ഐത്തിരീം വാങ്ങിത്തരാടാ ഉണ്ടാപ്പി എന്നും പറഞ്ഞ് അവൻ അവരുടെ കാറിന് നേർക്ക് തിരിഞ്ഞു. ഉണ്ണി വീടിന് മുന്നിൽ കാർ നിർത്തി ആദൂട്ടനെയും കയ്യിലെടുത്ത് സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കേൾക്കുന്നത് ഹാളിൽ നിന്ന് എന്തോ കാര്യമായി ഉച്ചത്തിൽ സംസാരിക്കുന്ന കണ്ണൻ്റെ ശബ്ദമാണ്. അകത്തേക്ക് കയറിയ ഉണ്ണി കാണുന്നത് സെറ്റിയിലിരിക്കുന്ന അമ്മയുടെ കാൽച്ചുവട്ടിലിരുന്നു കൊണ്ട് ദയനീയമായി എന്തോ പറയുന്നവനെയാണ്. അവൻ്റെ സംസാരത്തിൽ തന്നെ ഉണ്ണിക്ക് മനസ്സിലായിരുന്നു നാളെ നടക്കുന്ന ബർത്ത്ഡേ പാർട്ടിയെക്കുറിച്ചുള്ളതാണെന്ന്. അമ്മ പ്ലീസ് അമ്മ, എൻ്റെ മക്കളുടെ ഒരു കാര്യത്തിനും അമ്മ വന്നില്ലല്ലോ, ഇനി ഇതിനും കൂടി വരാതിരുന്നാൽ. അതും പറഞ്ഞു നിർത്തി കണ്ണൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. ഫംഗ്ഷൻ ഇവിടെ വെക്കാത്തതാണ് നിനക്ക് ദേഷ്യമെങ്കിൽ അത് വേണ്ട. ഞാനാണ് അവനോട് പറഞ്ഞത് പാറുവിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയാൽ മതിയെന്ന്. ഇവിടെയാകുമ്പോൾ നീ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന് എനിക്ക് പേടിയാ. വയ്യ ഇനിയും എനിക്ക് നാട്ടുകാരുടെ മുന്നിൽ പരിഹാസ കഥാപാത്രമാകാൻ. അത് കേൾക്കെ യശോദ ഞെട്ടിക്കൊണ്ട് അയാളെ നോക്കി. ഞാൻ പോകുക, കാത്തിരിക്കും ഞാൻ അവിടെ നിങ്ങളുടെ വരവിനായി. അച്ഛനെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതും പറഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് പിന്നിൽ നിൽക്കുന്ന ഉണ്ണിയെ കണ്ണൻ കാണുന്നത്. അവൻ ഉണ്ണിയുടെ അടുത്തേക്ക് നടന്നു. ഇനിയും എന്നെ ആരുമില്ലാത്തവനെ പോലെ ആക്കല്ലേടാ. അത് പറയുമ്പോൾ കണ്ണൻ്റെ ശബ്ദം ഇടറിയിരുന്നു. ഞാൻ കാത്തിരിക്കും എല്ലാവരെയും. അതും പറഞ്ഞ് കണ്ണൻ അവിടെ നിന്ന് പോയിരുന്നു. അവൻ പോയെന്ന് കണ്ടപ്പോൾ ഉണ്ണി കയ്യിലിരുന്ന ആദൂട്ടനെ നിലത്തിറക്കി. എന്നിട്ട് മുഖം കുനിച്ചിരിക്കുന്ന യശോദയുടെ അടുത്തായി ചെന്നിരുന്നു കൊണ്ട് അവരുടെ കൈയെടുത്ത് തൻ്റെ ഉള്ളംകൈയിൽ വെച്ചു. അതറിഞ്ഞിട്ടും യശോദ തലയുയർത്തിയതേയില്ല. അമ്മേ, ഇനിയും എന്തിനാ ഈ വാശി? എല്ലാം കഴിഞ്ഞില്ലേ? ഞാനിപ്പോൾ സന്തോഷവാനാണ്. പിന്നെ ആർക്ക് വേണ്ടിയാ ഈ ദേഷ്യവും വാശിയും? അത് കേൾക്കെ യശോദ കണ്ണീരോടെ തലയുയർത്തി ഉണ്ണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എല്ലാവരും ഇപ്പോൾ ഞാനൊരു ദുഷ്ടയാണെന്നാണോ വിചാരിച്ചു വെച്ചേക്കുന്നേ? ഏയ് അങ്ങനെയല്ല അമ്മേ. അപ്പോഴേക്കും ശിവൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, പിന്നെന്താ നീ കണ്ണൻ്റെ മക്കളുടെ ഒരു പരിപാടിക്കും കൂടാതിരുന്നത്? അത് നിനക്ക് ദേഷ്യമുള്ളത് കൊണ്ടല്ലേ? അല്ല, ഒരിക്കലുമല്ല. എനിക്ക് അവരുടെയൊന്നും മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയില്ലാത്തത് കൊണ്ടാണ്. അത്രയ്ക്കും ഞാൻ അവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാ അവരുടെ മുന്നിൽ പോയി നിൽക്കുക? എന്നെ കാണുമ്പോൾ തന്നെ അവർക്കൊരു ദുസ്വപ്നം കാണുന്നത് പോലെയായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാ ഞാൻ. അതും പറഞ്ഞ് അവർ മുഖം പൊത്തി
പൊട്ടിക്കരഞ്ഞു. അത് കാണെ ഉണ്ണി വേഗം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് നാളെ അവിടേക്ക് പോകണം. അമ്മ കരുതും പോലെ ഒന്നും ഉണ്ടാകില്ല. ഈ പേരും പറഞ്ഞ് നമ്മൾ കണ്ണൻ്റെ കൂടെ നിൽക്കേണ്ട അവസരങ്ങളിലൊക്കെ വിട്ടുനിന്നു. എന്നിട്ടും അവൻ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. അങ്ങനെയുള്ളവനെ വീണ്ടും വീണ്ടും നമ്മളായിട്ട് ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് എല്ലാം മറന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ അവിടേക്ക് പോകണം. അമ്മ വരില്ലേ? അത് കേൾക്കെ യശോദ കണ്ണീരോടെ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു, വരാ മോനെ. അമ്മയ്ക്ക് എൻ്റെ മക്കളുടെ സന്തോഷമാണ് വലുത്. അത് കേൾക്കെ ശിവൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. ദിവാകരൻ്റെ വീട് അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും 4ാമത്തെ ബർത്ത്ഡേ ആഘോഷത്തിന് ഒരുങ്ങുകയാണ്. മുന്നേയുള്ള ബർത്ത്ഡേ ഓരോ കാരണങ്ങൾ കൊണ്ട് ആഘോഷിക്കാൻ പറ്റാത്തതിനാൽ 4ാം പിറന്നാൾ എല്ലാവരെയും വിളിച്ച് ആഘോഷിക്കണമെന്ന് ഇരുവരും കരുതി. ദിവാകരന് ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞതിനാൽ റെസ്റ്റിലാണ്. എല്ലാം ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരെ ഏൽപ്പിച്ചതുകൊണ്ട് അവരെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 കേക്കിൽ പ്രിൻസ് ആൻഡ് പ്രിൻസസ് പ്രിൻ്റ് ചെയ്ത് കേക്ക് ബ്ലൂ ആൻഡ് റോസ് വൈറ്റ് നിറത്തിലുള്ള ബലൂണുകൾ കൊണ്ട് ഹാളിൽ തോരണങ്ങൾ കെട്ടി. അവരുടെ ഫോട്ടോ കൊണ്ട് തന്നെയാണ് ലൈറ്റപ്പ് ചെയ്ത തോരണങ്ങൾ. ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ബലൂണുകൾ ഹാളിൽ നടുക്ക് റൗണ്ട് ടേബിളിൽ കേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്ന തിരക്കിലാണ് ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർ. അത് നോക്കി അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ദിവാകരനും ഒപ്പമുണ്ട്. പൂർവിയും ശ്രീജയും കിച്ചണിൽ തിരക്കിലുള്ള ജോലിയിലാണ്. ആ നേരമാണ് ശ്രീ അങ്ങോട്ട് വന്നത്. പൂർവി, കുറച്ച് വെള്ളം. ഇത് കേൾക്കെ പൂർവി അവനെ കുറിപ്പിച്ചു നോക്കി. ചിക്കൻ ഫ്രൈ ചെയ്യുകയായിരുന്ന ശ്രീജ ചിരി അടക്കി പിടിച്ചു നിന്നു. കാരണം 3-4 തവണയായി ശ്രീ വെള്ളത്തിൻ്റെ കാരണവും പറഞ്ഞ് കിച്ചണിൽ ചുറ്റിക്കറങ്ങുന്നു. ദേ ശ്രീയേട്ടാ, ചുമ്മാ കളിക്കല്ലേ, ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നത് കാണുന്നില്ലേ? അത് കേൾക്കെ ശ്രീ പറഞ്ഞു, ഞാൻ എന്ത് കളിച്ചെന്നാ? 1 ഗ്ലാസ് വെള്ളം ചോദിച്ചതിനാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ അളിയോ, ഈ വെള്ളം കൂടി ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ഇരുവരുടെ ഈ സംസാരം കേട്ടുകൊണ്ട് നിന്ന കണ്ണൻ ശ്രീയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. അത് കാണേ ശ്രീ അവനെ നോക്കി നന്നായി ഇളിച്ചു കാണിച്ചു. അതെ അതെ, ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പൂർവി, നീ അതിങ്ങ് തന്നേക്ക്, ഞാൻ ചെയ്തോളാം. നീ ശ്രീക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. കണ്ണൻ്റെ പിന്നാലെ വന്ന പാറു കക്കിരി കട്ട് ചെയ്യുകയായിരുന്ന പൂർവിയുടെ കയ്യിൽ നിന്നും കത്തി വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുക്ക് പാറു. ശ്രീ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേൾക്കെ പൂർവി അവൻ്റെ കയ്യിൽ നല്ല പിച്ചു കൊടുത്തിരുന്നു. ഓ അമ്മേ! ശ്രീ വേദന കൊണ്ട് തുള്ളിപ്പോയി. പൂർവി, മോനോട് ഇങ്ങനെയാണോ പെരുമാറുക? ശ്രീജ ചെറു ശാസനയോടെ ചോദിച്ചു. അത് കേൾക്കെ ശ്രീ കള്ളച്ചിരിയിൽ കരഞ്ഞുകൊണ്ട് ശ്രീജയോടായി പറഞ്ഞു, അയ്യോ അമ്മേ, ഇതൊന്നുമല്ല. എൻ്റെ ദേഹം മൊത്തം ഇവളുടെ നഖം കൊണ്ടുള്ള പാടാ. അപ്പോഴേക്കും പൂർവി അവൻ്റെ വായ പൊത്തി പിടിച്ചിരുന്നു. നാറ്റിക്കാതെ മനുഷ്യ, ഇങ്ങ് വാ. അതും പറഞ്ഞ് അവനെയും പിടിച്ച് വലിച്ച് അവിടെ നിന്നും പോയി. അത് കാണേ ശ്രീജ ഒരു ചിരിയോടെ തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. കണ്ണൻ മെല്ലെ പാറുവിൻ്റെ അടുത്ത് ചെന്ന് ചെവിയോരം പറഞ്ഞു, എനിക്കും കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അത് കേൾക്കെ പാറു കയ്യിലിരുന്ന കത്തി അവന് നേരെ ഉയർത്തി കാണിച്ചു. കത്തി കാണേ കണ്ണൻ 2 അടി പിറകോട്ട് മാറി. അയ്യോ, എനിക്ക് വെള്ളം വേണ്ടായേ. മക്കളെ, അച്ഛൻ ദാ വരുന്നു. അതും പറഞ്ഞ് അവിടെ നിന്നും ഓടിയിരുന്നു. അവൻ്റെ ഓട്ടം കണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ ചെയ്യുന്ന ജോലി തുടർന്നു. വീടിൻ്റെ അലങ്കാരപ്പണിയൊക്കെ ഉച്ചയോടെ കഴിഞ്ഞിരുന്നു. ക്ഷണിച്ച ബന്ധുക്കളെല്ലാം വന്നു തുടങ്ങി. കണ്ണൻ 2-3 പ്രാവശ്യം വന്നു നോക്കി വീട്ടിൽ നിന്നും ആരെങ്കിലും വന്നോ എന്ന്. തല നരച്ച ഒരു കാരണവർ വന്ന് പറഞ്ഞു, സമയമായില്ലേ കേക്ക് കട്ട് ചെയ്യാൻ. അത് കേട്ടതും കണ്ണൻ ഫോൺ എടുത്ത് എന്നിട്ട് ശിവനെ വിളിച്ചു. റിങ് അടിച്ചെന്നല്ലാതെ ആരും ഫോൺ എടുത്തില്ല. അത് കാണെ അവൻ നിരാശയോടെ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാറ് മുറ്റത്ത് വന്ന് നിന്നത്. ഉണ്ണിയുടെ വണ്ടിയാണ് എന്ന് കണ്ടതും കണ്ണൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. കോ ഡ്രൈവർ സീറ്റിൽ നിന്നും ശിവൻ ഇറങ്ങി. അവൻ്റെ കയ്യിൽ ആദൂട്ടനും ഉണ്ടായിരുന്നു. ഡ്രൈവർ സീറ്റിൽ നിന്നും ഉണ്ണിയും ഇറങ്ങി. ഉണ്ണിയെ കാണെ കണ്ണനിൽ ഞെട്ടൽ നിറഞ്ഞു. ഉണ്ണി അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പുറകിലേക്ക് പോയി ഡോർ തുറന്നു. അങ്ങേ സൈഡിൽ നിന്നും രേഷ്മ ഇറങ്ങി. ഉണ്ണി ഡോർ തുറന്ന് യശോദയെ പിടിച്ചിറക്കി. അന്നേരം രേഷ്മ വാക്കിംഗ് സ്റ്റിക്കുമായി വന്ന് യശോദയ്ക്ക് കൊടുത്തു. കണ്ണനെ വിളിക്കാൻ വന്ന പാർവും എല്ലാവരെയും കാണെ ഞെട്ടി നിന്നു. വീട്ടിൽ നിന്ന് ശിവൻ മാത്രമേ വരികയുള്ളൂ എന്നാണ് കണ്ണൻ കരുതിയത്. ഇവരുടെ നോട്ടം കണ്ട് വന്നവർ എന്ത് വേണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. അപ്പോഴേക്കും വീടിൻ്റെ അകത്ത് നിന്ന് എല്ലാവരും ഇറങ്ങി വന്നു. ശ്രീജയിലും ദിവാകരനിലും അവരുടെ അതേ അവസ്ഥയായിരുന്നുവെങ്കിൽ പൂർവി ഇവരൊക്കെ
സ്റ്റെക്കായുള്ള നൃത്തം കണ്ട് ഒരു പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു. എന്താ എല്ലാവരും ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കേറി വാ. എന്താ അച്ഛാ വൈകിയല്ലോ? ഞാൻ ഇത്തിരി കൂടി നേരത്തെ പ്രതീക്ഷിച്ചു. പൂർവി ശിവനോടായി പറയേ ശിവന്റെ മിഴികൾ സന്തോഷത്താൽ നിറഞ്ഞു. പക്ഷേ യശോദ അവളെ നോക്കാൻ പറ്റാതെ തലകുനിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ഞെട്ടലൊക്കെ മാറി കണ്ണൻ ശിവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നിരുന്നു. അവൻ്റെ മിഴികളും സന്തോഷത്താൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വാ അച്ഛാ അകത്തേക്ക്, കണ്ണൻ ശിവന്റെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു. പാറുവും വേഗം വന്ന് രേഷ്മയുടെ കൈകളിൽ പിടിച്ച് അകത്തേക്ക് ക്ഷണിച്ചു. അത് കേൾക്കെ ശിവന്റെയും രേഷ്മയുടെയും ഒരുപോലെ തങ്ങളുടെ സൈഡിലുള്ള ഉണ്ണിയിലേക്കും യശോദയിലേക്കും നീണ്ടു. പൂർവി അവരുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ മെല്ലെ യശോദയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കൈകളിൽ പിടിച്ചു. അതറിയ യശോദ നിറഞ്ഞ മിഴിയാലെ തലയുയർത്തി പൂർവിയെ നോക്കി. തൻ്റെ മുന്നിൽ ഇളം പുഞ്ചിരിയോടെ നിൽക്കുന്നവളെ കാണെ യശോദയുടെ മിഴികൾ കഴിഞ്ഞതൊക്കെ ഓർത്ത് നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. ഒരു തുള്ളി മിഴിനീർ പൂർവിയുടെ കാൽപാദത്തിൽ ചെന്ന് വീണു. മാപ്പ് ചോദിക്കും പോലെ. യശോദയിൽ ആ നേരം വാക്കുകൾ വരുന്നുണ്ടായിരുന്നില്ല. അത് കാണെ ഉണ്ണിയുടെയും കണ്ണൻ്റെയും മിഴികൾ ചെറുതായി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂർവി ഒരു പുഞ്ചിരിയോടെ തന്നെ അവരുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു ദേഷ്യവുമില്ല. അത് കേൾക്കെ യശോദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ കൈകൾ കൂപ്പി പറഞ്ഞു, എന്നോട് ക്ഷമിക്കും മോളെ. ഈ മഹാപാപി മോളെ ഒരുപാട് നോവിച്ചിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ട് നിന്ന ശ്രീജയുടെയും ദിവാകരൻ്റെയും മുഖം തെളിഞ്ഞു. അത് കേൾക്കെ പൂർവി അവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട യശോദാമ്മേ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. ഞാൻ അതൊക്കെ എപ്പോഴേ മറന്നു. അപ്പോഴേക്കും ശ്രീജയും ഇറങ്ങി വന്ന് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. വാക്കിംഗ് സ്റ്റിക്ക് ഊന്നി യശോദ പൂർവിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി. മുന്നിൽ ഒരു ചിരിയോടെ നിൽക്കുന്ന ദിവാകരനോടായി യശോദ പറഞ്ഞു, ഞാനും എൻ്റെ മോനും ചേർന്ന് നിങ്ങളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പൊറുക്കാൻ കഴിയില്ലെന്നറിയാം. എന്നാലും ചോദിക്കുക, ക്ഷമിച്ചൂടെ എന്നോടും എൻ്റെ മോനോടും? അത് കേൾക്കെ ഉണ്ണിയും അവരുടെ ഇടയിൽ കയറി പറഞ്ഞു, അതെല്ലാം ഏറ്റു പറയാനും കൂടിയാണ് ഞാനും കൂടി വന്നത്. അത് ഈ ദിവസം തന്നെ ആയതിൽ സന്തോഷവുമുണ്ട്. അതെ മതി ക്ഷമ പറഞ്ഞതൊക്കെ. അതൊക്കെ എല്ലാവരും മറന്നു കഴിഞ്ഞു. വന്നേ കേക്ക് കട്ട് ചെയ്യാം. അതും പറഞ്ഞ് ശ്രീ ഇടയിൽ വീണു. ഉണ്ണിയെ മുഴുവിപ്പിക്കാതെ കണ്ണൻ വന്ന് അവൻ്റെ തോളിൽ കൂടി കൈയിട്ട് അകത്തേക്ക് നടന്നു. അവർ ഇവിടെ വന്ന് ക്ഷമ ചോദിച്ചതിൽ തന്നെ അവർ ചെയ്ത തെറ്റിനെ എത്രത്തോളം പക്ഷാതപിക്കുന്നുണ്ട് എന്ന് എല്ലാവരും ഉള്ളാലെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അകത്തേക്ക് കയറുന്നതിനിടയിൽ പൂർവി രേഷ്മയുടെ കൈപിടിച്ച് ചോദിച്ചു, അച്ഛനും അമ്മയുമൊക്കെ സുഖമായി ഇരിക്കുന്നു? അച്ഛന് നടക്കാൻ വയ്യ. അതുകൊണ്ട് കമ്പനി ഇപ്പോൾ ഞാനാണ് നോക്കുന്നത്. മോനെ ഉണ്ണിയേട്ടൻ നോക്കും. അത് പറഞ്ഞതും മേ മേ എന്ന് പറഞ്ഞ് ആദൂട്ടം വന്നു കഴിഞ്ഞു. അവൾ അവനെ വാരിയെടുത്ത് ഉമ്മ കൊടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയ എല്ലാവരും കണ്ടു, സ്കൈ ബ്ലൂ പാൻറ്റും വൈറ്റ് ഷർട്ടും ഇട്ട അപ്പുവും പിങ്ക് സിൻഡ്രല്ല ഡ്രസ്സ് ഇട്ട് അമ്മുവും. കണ്ണനും പാർവും അവിടേക്ക് ചെന്ന് അപ്പുവിൻ്റെ തലയിൽ ഗോൾഡൻ ക്രൗൺ വെച്ചു. കണ്ണൻ ചെന്ന് വെള്ളക്കല്ലിൽ തീർത്ത് തിളങ്ങുന്ന ക്രൗൺ അമ്മുവിൻ്റെ തലയിൽ വെച്ചു. എന്നിട്ട് അമ്മുവിനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. പാറു അന്നേരം അപ്പുവിനെയും എടുത്ത് ഉമ്മ വെച്ചു. രണ്ടുപേരും എല്ലാവരുമായി കേക്ക് കട്ട് ചെയ്യാൻ അനുവാദം വാങ്ങി. ഹാപ്പി ബർത്ത്ഡേ സോങ് സ്റ്റീരിയോയിൽ മുഴങ്ങി. അവർ രണ്ടുപേരും ആ കുഞ്ഞിക്കൈകളിൽ പിടിച്ച് കേക്ക് കട്ട് ചെയ്ത് അവരവരുടെ വായിൽ പരസ്പരം വെച്ചു കൊടുത്തു. മുതിർന്നവർക്കും കൊടുത്ത ശേഷം ബാക്കി കേക്ക് മുറിച്ച് കുട്ടികൾക്കും കൂടി നിന്നവർക്കും വിതരണം ചെയ്യാൻ കൊടുത്തു. പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു. ശിവച്ചൻ അമ്മുവിൻ്റെ പാദങ്ങളിൽ കുഞ്ഞു സ്വർണ്ണ കൊലുസുകൾ ഇടിയിച്ച് യശോദയുടെ മടിയിലിരിക്കുന്ന അപ്പുവിൻ്റെ കയ്യിൽ ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുത്തു. ശ്രീയും പൂർവിയും മുന്നോട്ട് വന്ന് ഓം എന്നെഴുതിയ 2 മാലകൾ രണ്ടുപേരുടെയും കഴുത്തിലായി ഇട്ടുകൊടുത്തു. ഉണ്ണിയും രേഷ്മയും രണ്ടുപേരുടെ കൈകളിൽ ഓരോരുത്തരും ഓരോ വളയിട്ട് കൊടുത്തു. അന്നേരമാണ് ഒരു അലറിക്കരച്ചിൽ കേട്ടത്. പൂർവി ഞെട്ടി നോക്കിയപ്പോൾ കണ്ടത് ആദൂട്ടൻ വീണ് കിടക്കുന്നതാണ്. അത് കാണെ അവൾ ഓടിച്ചെന്ന് അവനെ വാരിയെടുത്തുകൊണ്ട് പറഞ്ഞു, അച്ചോടാ ആദൂട്ടൻ വീണുപോയോ, സാരില്ലാട്ടോ എന്ന് പറഞ്ഞ് അവൻ്റെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. അന്നേരം മാധു കൈ ചൂണ്ടി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെ പിച്ചി. അന്നേരമാണ് തൊട്ടടുത്ത് തലകുനിച്ച് നിൽക്കുന്ന നമ്മുടെ കുട്ടിത്താരം പൂർവിയുടെയും ശ്രീയുടെയും കുഞ്ഞിപ്പെണ്ണ്, 1.5 വയസ്സുകാരി ദേവനന്ദ, എല്ലാവരുടെയും ദേവൂട്ടി.
ആദു കരച്ചിൽ നിർത്തിയെന്ന് കാണി തലയുയർത്തി നോക്കിയ കുഞ്ഞിപ്പെണ്ണ് കാണുന്നത് ആദൂട്ടനെ കയ്യിലെടുത്തിരിക്കുന്ന പൂർവിയെയാണ്. അത് കണ്ടതും ഒറ്റ കരച്ചിലായിരുന്നു. അതോടെ ശ്രീ പാഞ്ഞു വന്ന് അവളെ കയ്യിലെടുത്തിരുന്നു. അച്ഛാ, അതെൻ്റെ അമ്മയാ, കുഞ്ഞി ചുണ്ട് പിളർത്തി വിതുമ്പലോടെ പൂർവിയെ ചൂണ്ടി ശ്രീയോടായി പറഞ്ഞു. അത് കാണി അവിടെ കൂടി നിന്നവരെല്ലാം ആ കുഞ്ഞിനോട് വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞു. അച്ചോടാ, അച്ഛയുടെ മുത്ത് കരയണ്ട, എൻ്റെ ദേവൂട്ടിയുടെ അമ്മ തന്നെയാ. അതും പറഞ്ഞ് ശ്രീ ദേവൂട്ടിയെ ഉണ്ടക്കവളിൽ അമർത്തി ചുംബിച്ചു. അതോടെ ആ കുഞ്ഞു മുഖം വിടർന്നു. യശോദ മെല്ലെ ശ്രീയുടെ അടുത്തേക്ക് നടന്ന് ദേവൂട്ടിയുടെ കവളിൽ വാത്സല്യത്തോടെ തലോടി. യശോദയെ കണ്ടതേ ദേവൂട്ടി മുഖം കൂർപ്പിച്ച് ശ്രീയുടെ തോളിലേക്ക് ചാഞ്ഞു. അത് കാണി യശോദയുടെ മുഖം വാടി. അത് കണ്ടപ്പോൾ ശ്രീ വേഗം പറഞ്ഞു, അവൾ പരിചയമില്ലാത്തവരെ കണ്ടാൽ ഇങ്ങനെയാ. അപ്പോഴേക്കും ശ്രീജ വന്ന് എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുപോയി. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ആദൂട്ടൻ കരച്ചിൽ തുടങ്ങിയത്. അന്നേരം രേഷ്മ കുഞ്ഞിനെയും എടുത്ത് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ പൂർവി ഓടി വന്ന് കുഞ്ഞിനെ എടുത്തിട്ട് പറഞ്ഞു, രേഷ്മ കഴിച്ചോളൂ, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം. അയ്യോ വേണ്ട, പൂർവിക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട് രേഷ്മ, കഴിച്ചിട്ട് വായോ, ഞാൻ ഇവന് വല്ലതും കൊടുത്തോളാം. അത് കേട്ടതും എല്ലാവരുടെയും കൂടെ ഇരുന്ന ശ്രീ ചാടി എഴുന്നേറ്റ് അത് കാണി ശിവൻ ചോദിച്ചു, കാർത്തി കഴിക്കുന്നില്ലേ? അത് കേട്ട് ദിവാകരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവന് അവളുടെ കൂടെ ഇരുന്നാലേ ഭക്ഷണം ഇറങ്ങൂ. അത് പറഞ്ഞിട്ട് ശ്രീജയെ നോക്കി ചിരിച്ചു. അത് കേട്ടതും ശിവൻ അറിയാതെ ഉണ്ണിയെയും യശോദയെയും നോക്കിപ്പോയി. അന്നേരം ഉണ്ണിയുടെയും യശോദയുടെയും മനസ്സിൽ പഴയ കാര്യങ്ങൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് മിന്നി മറഞ്ഞു. അതറിഞ്ഞ പോലെ കണ്ണൻ വിഷയം മാറ്റാൻ എന്ന പോലെ പറഞ്ഞു, അമ്മേ, ആ വെജിറ്റബിൾ കുറുമ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, പാറുവിൻ്റെ സ്പെഷ്യലാണ്. അത് കേൾക്കെ പാറു കണ്ണനെ അമ്പരന്ന് നോക്കി. ഞാൻ എപ്പോ എന്ന രീതിയിൽ. അത് കാണെ കണ്ണൻ വേഗം ഒറ്റക്കണ്ണിറുക്കി കാണിച്ചു. അതോടെ പാറുവിന് കാര്യം മനസ്സിലായിരുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കൽ ആരംഭിച്ചു. ഉണ്ണിയുടെയും യശോദയുടെയും മിഴികൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മാറി ചെയറിൻ്റെ സ്റ്റെപ്പിൽ ഇരുത്തിയിരിക്കുന്ന ദേവൂട്ടിക്കും ആദൂട്ടനും ഓരോ കഥ പറഞ്ഞ് ഭക്ഷണം വാരി കൊടുക്കുന്ന പൂർവിയിലും അവളുടെ പിറകെ തന്നെ ഓരോ കുസൃതി കാണിച്ച് പിള്ളേരെ കഴിപ്പിക്കാൻ നോക്കുന്ന ശ്രീയിലുമായിരുന്നു. അവരുടെ ഈ പരസ്പരമുള്ള സ്നേഹം കാണെ ഇരുവരിലും വീണ്ടും വീണ്ടും ആ പെണ്ണിനെ ഓരോ കാര്യങ്ങളിലും അകറ്റി നിർത്തിയതോർത്തും ആ പെണ്ണിലെ നന്മ തിരിച്ചറിയാൻ കഴിയാതെ പോയതിലും കുറ്റബോധം നിറഞ്ഞു. രേഷ്മയുടെ കൈകൾ തൻ്റെ കൈകളിൽ മുറുകിയത് കാണെ ഉണ്ണിയുടെ നോട്ടം രേഷ്മയിലേക്കായി. അവൻ നോക്കുന്നത് കാണെ രേഷ്മ ഇരുമിഴികളും ചിമ്മി കാണിച്ചു. ഉണ്ണി ഒരു നേർത്ത പുഞ്ചിരി അവൾക്ക് നൽകിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോഴും കുട്ടികളുടെ കൊഞ്ചിക്കൊണ്ടുള്ള സംസാരവും കളിച്ചിരികളും അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. രാത്രി ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് ദേവൂട്ടിയെയും എടുത്ത് മുറിയിലേക്ക് വന്നതാണ് പൂർവി. ദേവൂട്ടിയാണെങ്കിൽ അവളുടെ മാറിൽ തൊട്ട് അമ്മ, പാപ്പം പാപ്പം എന്ന് കരയുന്നുണ്ടായിരുന്നു. എന്നാൽ ആകെ മുഷിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ശരീരമാകെ വിയർത്തൊട്ടുന്നത് പോലെ പൂർവിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് പാല് കൊടുക്കാനും അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ശ്രീ ബാൽക്കണിയുടെ ഡോറും തുറന്ന് അകത്തേക്ക് വന്നത്. അവൻ ഏതോ പാട്ടിൻ്റെ വരികൾ മൂളുന്നുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ശ്രീ പാട്ട് മൂളുന്നത് നിർത്തിക്കൊണ്ട് അവരെ നോക്കി. നീ എന്താടി കൊച്ചിന് പാല് കൊടുക്കാത്തത്? കുഞ്ഞു കിടന്ന് കരയുന്നത് കണ്ടില്ലേ? അത് ശ്രീയേട്ട ആകെ ഒട്ടിയിരിക്കുക, പിന്നെ എങ്ങനെയാ കൊടുക്കുക? അതൊന്നും സാരമില്ല, നല്ല കരച്ചിലല്ലേ, നീ അതിനെ വിശപ്പടക്കാൻ നോക്ക്, നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു, അവിടെയൊന്ന് തുടച്ചിട്ട് കൊടുത്താൽ മതി. കുഞ്ഞിനെ കരയിച്ചിട്ട് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കലേ പൂർവി. ദേവൂട്ടി കരയുന്നത് ശ്രീക്ക് ഒട്ടും സഹിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കലിപ്പിലാണ് അവനത് പറഞ്ഞത്. അത് കാണെ പൂർവി അവനെ ഒന്ന് കലിപ്പിച്ചു നോക്കിയിട്ട് അടുത്തിരുന്ന ജഗ്ഗിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് തൻ്റെ മാറ് പുറത്തേക്കിട്ട് അവിടെ ഒന്ന് തുടച്ചുകൊണ്ട് ബെഡിൽ പോയി ഇരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങി. ശ്രീ അത് നോക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നോട്ടം കാണി അവളൊന്ന് വിറച്ചുവെങ്കിലും കള്ള ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു, എന്താ ഒരുമാതിരി നോട്ടം? അത് പിന്നെ കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞ് ഇച്ചിരി പാല് എനിക്കും കുടിക്കാൻ തോന്നുക. അത് കേൾക്കെ പൂർവിയാകെ ചുവന്ന് കയറിയെങ്കിലും അത് മറച്ചുകൊണ്ട് അവൻ്റെ തുടയിൽ നല്ലൊരു അടി കൊടുത്തു പറഞ്ഞു, ഓരോ വഷളത്തരവും പറഞ്ഞുകൊണ്ട് വരാതെ ഒന്ന് പോയേ ശ്രീയേട്ടാ. അതിന് ഞാൻ വഴി കൂടി പോകുന്നവരോടൊന്നും അല്ലല്ലോ ചോദിച്ചത്, എൻ്റെ ഭാര്യയോടല്ലേ. അത് കേൾക്കെ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പൂർവി കുഞ്ഞിന് പാല് കൊടുക്കുന്നത് തുടർന്നു.
കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ രാവിലത്തെ കളിച്ചിരികളുടെ ക്ഷീണം കൊണ്ട് കുഞ്ഞുറങ്ങിയിരുന്നു. അവൾ കുഞ്ഞിനെ ബേബി ബെഡിൽ കിടത്തിക്കൊണ്ട് കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ശ്രീ അവളെ വട്ടം ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചത്, നമുക്ക് ഒരുമിച്ച് കുളിച്ചാലോ മോളെ? അയ്യടാ പൊക്കോണം, അങ്ങേരുടെ ഒരു ഒന്നിച്ചു കുളി. ഞാൻ ആദ്യം കുളിച്ചു വരാം, അത് കഴിഞ്ഞ് ശ്രീയേട്ടൻ വിശാലമായിട്ട് കുളിക്കേ നനയ്ക്കേ എന്താന്ന് വെച്ചാൽ ചെയ്യേ. അവൾ പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ശ്രീ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ബാത്റൂമിലേക്ക് നടന്നു. അവളെ ഷവറിന് കീഴിൽ നിർത്തി വെള്ളം തുറന്ന് വിട്ടിരുന്നു. ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുന്നേ അവളുടെ സാരിയുടെ തുമ്പ് അവൻ വലിച്ച് നിലത്തേക്കിട്ടു. ഷവറിൽ നിന്ന് വരുന്ന വെള്ളത്തിലേക്കും അഴിഞ്ഞു വീണ സാരിയിലേക്കും ഞെട്ടലോടെ നോക്കിക്കൊണ്ട് പൂർവി അവിടുന്ന് പോകാനൊരുങ്ങി. എന്നാൽ അവളെ അതിന് സമ്മതിക്കാതെ, കുറച്ച് ദിവസമായില്ലേ നീ എന്നെ പിണക്കിയിട്ട് മുങ്ങുന്നേ, ഇന്നെനിക്ക് വേണം മോളെ. അതും പറഞ്ഞ് അവളുടെ സാരി മുഴുവനായി അവൻ വലിച്ചഴിച്ചു. പൂർവിയാകെ ചുമന്ന് തുടുത്ത് വിവശയായിരുന്നു. മനസ്സുകൊണ്ട് അവളും ആഗ്രഹിച്ചിരുന്നു അവനിൽ അലിഞ്ഞു ചേരാൻ. അത് കാണെ സഹിക്കാൻ വയ്യാത്തതുപോലെ ശ്രീ പെട്ടെന്ന് തന്നെ അവളെ മതിലിനോട് ചേർത്ത് ഇരുവശത്തും കൈകൾ കുത്തി നിന്നു. ഓഹ്, കണ്ടിട്ട് സഹിക്കുന്നില്ല പൊന്നെ, ഈ കോലത്തിൽ എന്തൊരു ഹോട്ടാടി നീ. ആലിയ ഭട്ട് പോലും പുറകെ നിൽക്കും. അത് കേൾക്കെ പൂർവി വേഗം അവൻ്റെ വായ്പൊത്തി അതേ നിമിഷം തന്നെ ഞൊടിയിടയിൽ ശ്രീ അവളെ ചുവരിനോട് ചേർത്ത് തിരിച്ചു നിർത്തി. ഇരുവരെയും നനച്ചുകൊണ്ട് അപ്പോഴും വെള്ളം ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. അവൻ വെള്ളത്തിൽ കുതിർന്നു കിടന്ന അവളുടെ പിൻവശത്തെ മുടി ഒരു വശത്തേക്ക് കൈകൊണ്ട് മാടിയൊതുക്കി ചെറുരോമങ്ങൾ നിറഞ്ഞു നിന്ന അവളുടെ പിൻകഴുത്തിൽ അമർത്തി ചുംബിച്ചു. പൂർവി ചുമരിൽ കൈ ചേർത്ത് ഒന്ന് മൂളി. അതിനിടയിൽ അവൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റാനും അവൻ മറന്നില്ല. ഒഴുകുന്ന വെള്ളത്തോടൊപ്പം തന്നെ കമ്മലടക്കം അവളുടെ ചെവി നുണഞ്ഞെടുത്തിരുന്നു. ആ ചുംബന ചൂടിൽ പൂർവി അവൻ്റെ നഗ്നമായ ദേഹത്തേക്ക് ചാഞ്ഞിരുന്നു. ശ്രീ പതിയെ അവൻ്റെ കൈകൾ അവളുടെ വയറിലൂടെ ഇഴച്ചുകൊണ്ട് മാറിൽ മെല്ലെ അമർത്തി. അവൾ ഒരു സീൽക്കാര ശബ്ദത്തോടെ തിരിഞ്ഞവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അതറിയെ അവനിൽ വല്ലാത്തൊരു ചിരി വിടർന്നു. ഇപ്പോഴും നാണമാണോടി? അവൻ പതിയെ അവളുടെ കാതോരം ചോദിച്ചു. അവൾ അല്ലെന്നർത്ഥത്തിൽ മൂളി. ശ്രീമല്ലേ അവളുടെ മുഖം ഇരു കൈകൾ കൊണ്ടും ഉയർത്തി ഒഴുകിയിറങ്ങുന്ന വെള്ളത്തോടൊപ്പം അവളുടെ കണ്ണുകളിൽ ചുംബിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ അവളുടെ മൂക്കിൻ തുമ്പിൽ പതിയെ കടിച്ചെടുത്തു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ പൊതിഞ്ഞെടുക്കും മുന്നേ അവളുടെ കണ്ണിലേക്ക് നോക്കി പിടയ്ക്കുന്ന കണ്ണോടെ തന്നെ നോക്കുന്നവളെ കാണെ അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവളുടെ കീഴ്ചുണ്ടിൽ വിരലുകൾ ചേർത്ത് ഞെരടി. ആ നിമിഷം തന്നെ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്ത് ആഞ്ഞു ചുംബിച്ചു. അവൻ അവളുടെ ഇരുതളങ്ങളും മുറുകെ ചപ്പി വലിച്ചു. പൂർവി ഒന്നേങ്ങിക്കൊണ്ട് ഒന്നുകൂടെ അവനോട് ചേർന്ന് നിന്നു. അവരുടെ മാറുകൾ പരസ്പരം ഉരസി അരക്കെട്ടുകൾ തമ്മിൽ അമർന്നു. അവളുടെ സാമീപ്യത്തിൽ തന്നെ ഉയർന്ന അവൻ്റെ പൗരുഷം മുണ്ടിനടിയിലൂടെ അവളുടെ തുടയിൽ തട്ടുന്നുണ്ടായിരുന്നു. അവൻ അവളെ ആഞ്ഞു ചുംബിക്കുന്നതിനോടൊപ്പം തന്നെ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ച് നിലത്തേക്കിടുന്നുണ്ടായിരുന്നു. അവളെ പൂർണ്ണ നഗ്നയാകുന്നതോടൊപ്പം അവൻ തന്നെ ദേഹത്ത് അവശേഷിച്ചിരുന്ന വസ്ത്രങ്ങളും നീക്കിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങി അവളെ മുഴുവനായി ഒഴിഞ്ഞു നോക്കി. അവൻ്റെ നോട്ടം കാണെ നാണത്താൽ അവൾ കൈകൾ കൊണ്ട് അവളുടെ മാറിടങ്ങൾ പൊത്തി. എന്നാൽ വേഗം തന്നെ അവൻ അവളുടെ കൈകൾ ഇരുവശത്തേക്കും ഉയർത്തി മതിലിനോട് ചേർത്ത് വെച്ചിരുന്നു. അവളുടെ അങ്കലാവണ്യം കാണെ അവൻ്റെ എല്ലാ നിയന്ത്രണവും വിട്ടിരുന്നു. അവൻ അവളെ വാരിപ്പുണർന്നുകൊണ്ട് വീണ്ടും അവളുടെ അധരങ്ങൾ പാനം ചെയ്തു. അവൻ്റെ അധരലാളനയിൽ അവൾക്ക് തിരികെ ചുംബിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. അവൾ മെല്ലെ അവൻ്റെ കീഴ്ചുണ്ടിനെ വലിച്ചു നുണയാൻ തുടങ്ങി. അതറിയെ അവൻ അവളുടെ തൻ്റെ വിരലുകൾ കൊണ്ട് ഞെരിച്ച് അവൻ്റെ കരലാളന ഏറ്റതും അവ കുതിർന്നു വന്നു. ശ്രീയേട്ടാ, ഒരു സീൽക്കാര ശബ്ദത്തോടെ അവളുടെ കൈകൾ അവൻ്റെ അരക്കെട്ടിൽ പതിഞ്ഞു. അവളുടെ പതുപതുത്ത കൈയുടെ സ്പർശനമേൽക്കെ അവനിൽ നിന്നുമുള്ള ശീൽക്കാര ശബ്ദങ്ങൾ ഉയർന്നു. അവളുടെ കൈകൾ മെല്ലെ അവിടെ ചലിക്കുന്നതനുസരിച്ച് അവൻ്റെ കിതപ്പും ഉയർന്നു വന്നു. സഹിക്കാനാവാത്തതുപോലെ അവൻ മുഖം താഴ്ത്തി അവളുടെ വലതുമാറിനെ വലിച്ചു നുണഞ്ഞു. അതോടൊപ്പം ഇടതുമാറിനെ ഞെരിക്കാനും അവൻ മറന്നില്ല. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളുടെ വിരലുകൾ അവിടെ മുറുകിയും അഴിഞ്ഞും കൊണ്ടിരുന്നു. ആ സമയം വല്ലാത്തൊരു ആവേശമോ വെപ്രാളമോ അവൻ്റെ പ്രവൃത്തിയിലുണ്ടെന്ന് പൂർവിക്ക് തോന്നി. അവൻ വേഗം തന്നെ ഷവർ ഓഫ് ചെയ്തുകൊണ്ട് അവളെ കൈകളിൽ കോരിയെടുത്ത് മുറിയിലേക്ക് നടന്നു. അവളെ കട്ടിലേക്ക് ചായച്ച് കിടത്തിക്കൊണ്ട് അവളുടെ ദേഹത്തേക്ക് വരാൻ അവന് നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. അവൻ വല്ലാത്തൊരു വെപ്രാളത്തോടു കൂടി അവളുടെ കണ്ണിലും മൂക്കിലും കവിളിലും മാറി മാറി ചുംബിച്ചു കൊണ്ടിരുന്നു.
അവളുടെ ചുണ്ടിനെ പല്ലുകൾ താഴ്ത്തി വേദനിപ്പിക്കുന്നതോടൊപ്പം തന്നെ നാവിനാൽ തഴുകി ആ വേദനയ്ക്ക് അവൻ മറുമരുന്ന് ആക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചുണ്ടുകളെ നുണയുന്നതിനോടൊപ്പം അവൻ്റെ വിരലുകൾ അവളുടെ അരക്കെട്ടും കഴിഞ്ഞ് താഴേക്ക് ചലിച്ചു. അവൻ്റെ പെട്ടെന്നുള്ള ആ നീക്കം പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ പൂർവി പുളഞ്ഞു പോയിരുന്നു. അവളുടെ അധരങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ സാവധാനം അവളുടെ കഴുത്തിലൂടെ വീണ്ടും മാറുകളിലെത്തി. അവളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ കൂർത്തു നിൽക്കുന്ന മെല്ലെ തട്ടി നുണഞ്ഞു. ശ്രീയേട്ടാ, അവൾ പേര് വിളിച്ച് പുലമ്പിക്കൊണ്ട് അവൻ്റെ മുഖം അവിടെ അമർത്തി. അവൻ അവളുടെ പുലമ്പൽ ആസ്വദിച്ചുകൊണ്ട് തന്നെ ആ കുഞ്ഞു നട്ടിനെ നുണഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ മാറുകളെ താലോലിച്ചതിന് ശേഷം അവൻ്റെ അധരം അവളുടെ പൊക്കിൾ ചുഴിയിൽ അമർന്നു. അതോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ ഇരുമാറുകളിലും മുഴുകി. അവളിൽ വല്ലാത്തൊരു കിതപ്പുയർന്നു. അവനെ അറിയാൻ അവളുടെ ശരീരം വെമ്പൽ കൊണ്ടു. അതറിഞ്ഞപ്പോൾ അവൻ്റെ മുഖം താഴേക്കിഴഞ്ഞു. അതറിയെ അവളുടെ അടിവയർ വിറച്ചുകൊണ്ട് കുഴഞ്ഞുപോയി. അവൻ്റെ ചുണ്ടുകളും നാവും താഴേക്ക് ചലിക്കുന്നതോടൊപ്പം അവളുടെ കണ്ണുകൾ മേലേക്ക് മറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ നാവിൻ്റെ തണുപ്പ് തൻ്റെ പെൺമയിൽ അറിയെ അവൾ അവനെ വിളിച്ചു. എന്തോ പുലമ്പിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം നീണ്ടുനിന്ന ആ പ്രവൃത്തിക്ക് ശേഷം അവൻ ഉയർന്നു വന്ന് ബെഡിലേക്ക് അമർന്നു കിടന്നുകൊണ്ട് അവളെ തൻ്റെ മേലേക്ക് വലിച്ചിട്ടു. പൂർവി ഒരുതരം ഉന്മാദം നിറഞ്ഞ മിഴിയാലെ അവനെ നോക്കി. അവൻ്റെ വശ്യമായി തൻ്റെ നേർക്ക് നീളുന്ന കണ്ണുകൾ, തൻ്റെ അരയിൽ മുറുകുന്ന കൈകളും അവൻ്റെ ആഗ്രഹം അവൾക്ക് കാണിച്ചു കൊടുത്തു. ഒട്ടും വൈകാതെ തന്നെ അവൾ അവൻ്റെ മേലേക്ക് അമർന്നു. അവൻ്റെ നെറ്റിയിലും ഇരു കൈകളിലും ചുംബിച്ചുകൊണ്ട് മൂക്കിൻ തുമ്പിലൂടെ നീങ്ങി അവൻ്റെ അധരത്തിൽ അവൾ അമർത്തി ചുംബിച്ചു. ശേഷം താടിയിലൂടെ ചുണ്ടുകൾ ഇഴച്ച് അവൻ്റെ കഴുത്തിൽ ആഴത്തിൽ നുണഞ്ഞു. വിലമ്പിച്ച ശബ്ദത്തോടെ അവൻ ഉരുവിട്ടു. അവിടെ നിന്നും അവൻ്റെ നുണഞ്ഞുകൊണ്ട് അവൻ്റെ വയറിൽ പല്ലുകൾ അഴുത്തി. അവിടെ നിന്ന് ചുണ്ടുകൾ താഴേക്ക് ഇഴകുന്നതിനോടൊപ്പം അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവൾ തരുന്ന ലാളനകൾ സ്വീകരിച്ച് കണ്ണുകൾ അടച്ച് മുകളിലേക്ക് കഴുത്ത് വളച്ച് ചുണ്ടുകൾ കടിച്ച് പിടിച്ചിരിക്കുന്നവനെ കാണി അവൾക്ക് എന്തെന്നില്ലാത്ത ആവേശം തോന്നി. അതേ ആവേശത്തോടെ കൂടി അവളുടെ ചുണ്ടുകൾ അവൻ്റെ അരയിൽ അമർന്നു. അവൻ പുളഞ്ഞുകൊണ്ട് കൈകളാൽ അവളുടെ മുഖം അവിടെ അമർത്തി. അവളുടെ ചുണ്ടുകൾ അവിടെ ചലിക്കുന്നതിനോടൊപ്പം അവൻ്റെ നിയന്ത്രണവും വിട്ടുകൊണ്ടിരുന്നു. അവൻ അവളെ തിരിച്ച് ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് ഞൊടിയിടയിൽ അവളിലേക്ക് അമർന്നു. ഒരേ സമയം ഇരുവരുടെയും സീൽക്കാരം ഉയർന്നു. അവൻ അവളിൽ ചലിക്കുന്നതോടൊപ്പം അവരുടെ ഉച്ചത്തിലുള്ള നിശ്വാസങ്ങൾ ആ മുറിയിലെ 4 ചുവരിലും തട്ടിത്തെറിച്ചു. അവർ പരസ്പരം പേരുകൾ വിളിച്ച് പുലമ്പിക്കൊണ്ടിരുന്നു. വളരെ നേരത്തിനു ശേഷം തൻ്റെ പ്രണയവും കാമവും അവളിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ട് ഒരു കിതപ്പോടെ അവൻ ബെഡിലേക്ക് മലർന്നു കിടന്നു. തളർന്നു കിടക്കുന്ന അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്താനും അവൻ മറന്നില്ല. അവളുടെ മുഖത്തെ സംതൃപ്തി കാണെ അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, നിന്നിൽ ഓരോ തവണ അലിഞ്ഞു ചേരുമ്പോഴും ആദ്യമായി അറിയുന്ന ആവേശം തന്നെയാ പെണ്ണെ എനിക്ക്. അതെന്താ അങ്ങനെ? അത് കേൾക്കെ ഒരു നേർത്ത പുഞ്ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പ്രാണന് എന്നോടുള്ള പ്രണയം നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെയാ ആ ആവേശം. അത് കേൾക്കെ അവനിൽ കുറുമ്പ് നിറഞ്ഞു. അങ്ങനെയാണെ കുറച്ചുകൂടി പ്രായമായാൽ ഇതിലും ആവേശമായിരിക്കില്ലേ? അത് കേൾക്കെ അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു. അവനൊരു ചിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ച് കിടക്കാൻ ഒരുങ്ങുമ്പോഴാണ് തൊട്ടിലിൽ ഒരു അനക്കം അവർ അറിയുന്നത്. അത് കാണെ വേഗം തന്നെ പൂർവി പുതപ്പ് വാരി ചുറ്റിക്കൊണ്ട് ഓടിപ്പോയി ദേവൂട്ടിയെ എടുത്തു. അപ്പോഴേക്കും കുഞ്ഞ് ചിണുങ്ങി തുടങ്ങിയിരുന്നു. പൂർവി വേഗം തന്നെ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് പാല് കൊടുത്തു. അതോടൊപ്പം അവളുടെ ചുണ്ടിൽ ഏതോ താരാട്ട് പാട്ടിൻ്റെ വരികളും തത്തുന്നുണ്ടായിരുന്നു. ഉറക്കിലും പുഞ്ചിരിയോടെ തൻ്റെ മുഖത്തേക്ക് നോക്കി പാല് കുടിക്കുന്ന ദേവൂട്ടിയെ കാണി പൂർവിയുടെ ചുടിയിലും പുഞ്ചിരി വിടർന്നിരുന്നു. അത് കാണി ശ്രീയും അവരുടെ അടുത്തേക്ക് വന്ന് 2 പേരെയും ഒരുമിച്ച് തൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. എന്നും ഇരുവരും തൻ്റെ നെഞ്ചിൽ സന്തുഷ്ടരായിരിക്കുമെന്ന ഉറപ്പോടെ, ഒരിക്കലും നിലയ്ക്കാത്ത സ്നേഹത്തോടെ.